Good morning, my dear children. Welcome to the activity class of Sri Gokulam Public School, Guruvayur. I am your Swati Miss. Okay, children, how are you? Hope you all are safe at your home, isn't it? Yes, good. So today we are going to sing a rhyme. നമുക്ക് ഒരു റൈം പാടാം. ഓക്കെ, ആ റൈമിൽ കുറേ അനിമൽസിനെ പറ്റിയിട്ട് മിസ് പാടും. നിങ്ങളെന്താ ചെയ്യേണ്ടത്? യെസ്, നിങ്ങളതൊക്കെ ഓർത്ത് വെക്കണം. കേട്ടുവോ? ഓക്കെ, ഗുഡ്. അപ്പം മിസ് പാടട്ടെ. ഓക്കെ, ഗുഡ്. Old MacDonald had a farm, E-I-E-I-O, and on his farm he had a cow, E-I-E-I-O, with a moo-moo here and a moo-moo there. Here moo, there a moo, everywhere a moo-moo. Old MacDonald had a farm, E-I-E-I-O, and on his farm he had a pig, E-I-E-I-O, with a oink oink here and a oink oink there. Here a oink, there a oink, everywhere a oink oink. Old MacDonald had a farm, E-I-E-I-O. Old MacDonald had a farm, E-I-E-I-O, and on his farm he had some hens, E-I-E-I-O, with a peck peck here and a peck peck there. Here a peck, there a peck, everywhere a peck peck. Old MacDonald had a farm, E-I-E-I-O. Old MacDonald had a farm, E-I-E-I-O, and on his farm he had some ducks, E-I-E-I-O, with a quack quack here and a quack quack there. Here a quack, there a quack, everywhere a quack quack. Old MacDonald had a farm, E-I-E-I-O. Old MacDonald had a farm, E-I-E-I-O, and on his farm he had a horse, E-I-E-I-O, and on his farm he had a horse, E-I-E-I-O, with a neigh neigh here and a neigh neigh there. Here a neigh, there a neigh, everywhere a neigh neigh. Old MacDonald had a farm, E-I-E-I-O. Old MacDonald had a farm, E-I-E-I-O, and on his farm he had some sheep, E-I-E-I-O, and on his farm he had some sheep, E-I-E-I-O, with a ba-ba here and a ba-ba there. Here a ba, there a ba, everywhere a ba-ba. Old MacDonald had a farm, E-I-E-I-O. Old MacDonald had a farm, E-I-E-I-O. Yes. So, ഇതാണ് നമ്മുടെ റൈം. എല്ലാവർക്കും ഇഷ്ടമായോ? യെസ്, നല്ല രസമുണ്ട് അല്ലേ കേൾക്കാൻ? ഓക്കെ, ഗുഡ്. ആൻഡ് ഇൻ ദിസ് റൈം വി ഹാവ് എ ഫാർമർ. ഒരു ഫാർമർ ഉണ്ട്. ആൻഡ് ഹിസ് നെയിം ഈസ് മെക്ഡൊണാൾഡ്. മെക്ഡൊണാൾഡ് എന്ന് പറഞ്ഞിട്ടൊരു കൃഷിക്കാരനുണ്ട്. ആൻഡ് അവൻ എന്താണെന്നറിയോ കൃഷി ചെയ്യുന്നത്? യെസ്, അവൻ കൃഷി ചെയ്യുന്നത് മൃഗങ്ങളെയാണ്, എനിമൽസ്. ആൻഡ് വിച്ച് ആർ ദാറ്റ് എനിമൽസ്? ഏതൊക്കെ എനിമൽസിനെ കുറിച്ചിട്ടാണ് മിസ് പറഞ്ഞത്? യെസ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യത്തെ എനിമൽ ഏതായിരുന്നു? കൗ അല്ലേ? കൗ, മൂമു കൗ. പിന്നെയോ? പിന്നെ ഏത് എനിമലിനെയാണ് മിസ് പറഞ്ഞത്? യെസ്, പിഗ്, ഓയിങ്ക് ഓയിങ്ക് പിഗ്. പിന്നെയോ? ഹെൻസ് അല്ലേ? ഹി ഹാഡ് സം ഹെൻസ്. അവരെ ഏത് ശബ്ദം ഉണ്ടാക്കുക? യെസ്, പെക്ക് പെക്ക് ഹെൻ. പിന്നെയോ? ഡക്സ്. ഡക്സോ? ക്വാക്ക് ക്വാക്ക് ഡക്ക്. പിന്നെയോ? ഹോഴ്സ്, നൈ നൈ ഹോഴ്സ്. പിന്നെയോ? ഷീപ്പ് അല്ലേ? ഷീപ്പ് ഏത് ശബ്ദമാണ് ഉണ്ടാക്കുക? ബാബ ഷീപ്പ് അല്ലേ? യെസ്, വെരി ഗുഡ്. സോ ഈ അനിമൽസൊക്കെയാണ് നമ്മുടെ മെക്ഡൊണാൾഡിൻ്റെ ഫാമിൽ ഉണ്ടായിരുന്നത്. ഓക്കെ ചിൽഡ്രൻ. സോ ഈ അനിമൽസിനൊക്കെ എന്തിനാണ് അയാൾ കൃഷി ചെയ്യുന്നത്? ഡു യു നോ? യെസ്, ബിക്കോസ് those animals gives us something.
എന്താണ് ആ സംതിങ്? യെസ്, മിൽക്ക്, മീറ്റ്, എഗ്സ്, ഫൈബർ. എന്തൊക്കെയാണ്? മിൽക്ക്, മീറ്റ്, എഗ്സ്, ഫൈബർ. അപ്പോൾ ഈ എനിമൽസ് ഇതൊക്കെയാണ് തരിക. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് മിൽക്ക്. മിൽക്ക് എന്താണ്? യെസ്, യു ഓൾ നോ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? പാൽ അല്ലേ? നിങ്ങൾ രാവിലെയും വൈകിട്ടൊക്കെ പാല് കുടിക്കാറുണ്ടോ? അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? യെസ്, ഈ മൃഗങ്ങളാണ് നമുക്ക് തരുന്നത് അല്ലേ? ഏതൊക്കെ മൃഗങ്ങളാണ് നമുക്ക് പാല് തരുന്നത്? യെസ്, കൗ, ഗോട്ട് അല്ലേ? മോസ്റ്റ്ലി നമ്മൾ ഇവരുടെ പാലാണ് കുടിക്കാറ്. വേറെ മൃഗങ്ങൾ നമുക്ക് പാൽ തരാറുണ്ട് അല്ലേ? അതേതൊക്കെയാണ്? കാമൽ അല്ലേ? ഇവരുടെയൊക്കെ പാല് നമ്മൾ കുടിക്കാറുണ്ട്. ആൻഡ് മോസ്റ്റ്ലി നമ്മൾ ആരുടെ പാലാണ് കുടിക്കാറ്? കൗ അല്ലേ? പശുവിൻ്റെ പാലാണ് നമ്മൾ കുടിക്കാറ്. ഓക്കെ ചിൽഡ്രൻ? യെസ്. പിന്നെ എന്താണ്? ദ നെക്സ്റ്റ് തിങ് ഈസ് മീറ്റ് അല്ലേ? ഇറച്ചി. നമ്മൾ പല എനിമൽസിൻ്റെ മീറ്റും നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ? ഹെൻ, ഡക്ക്. പിന്നെയോ? യെസ്, വിച്ച് ആർ ദോസ് എനിമൽസ്? ഗോട്ട് അല്ലേ? ആട്. പിന്നെയോ? ബഫല്ലോ അല്ലേ? ബീഫ് നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ? ബീഫ്, മീറ്റ്, ചിക്കൻ ഇതൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ? ഇതൊക്കെ തരുന്നത് ആരാണ്? എനിമൽസ് തന്നെ അല്ലേ? യെസ്. പിന്നെയോ? പിന്നെന്താ മിസ് പറഞ്ഞത്? എഗ്സ് അല്ലേ? മുട്ട. മുട്ട നമ്മൾ കഴിക്കാറില്ലേ? യെസ്, മുട്ട ആരാ തരുന്നത്? ബേർഡ്സ് അല്ലേ? ഏതൊക്കെ ബേർഡ്സ് ആണ്? ബേർഡ്സ് ലേസ് എഗ്സ് അല്ലേ? പക്ഷികൾ മുട്ടയിടും. ആ മുട്ടയില്ലേ നമ്മൾ കഴിക്കാറ്? ഏതൊക്കെ പക്ഷികളാ? മോസ്റ്റ്ലി ഹെൻസ് ആൻഡ് ഡക്സ് അല്ലേ? കോഴികളും താറാവുകളും. അവരുടെ മുട്ടയല്ലേ നമ്മൾ മോസ്റ്റ്ലി കഴിക്കാറ്. പിന്നെയോ? ക്വൈൽ അല്ലേ? കാടമുട്ട എന്ന് പറയും. കാടൻ കോഴി എന്ന് പറയും. ക്വൈൽ എന്ന് പറയും. ആ കോഴിയുടെ മുട്ടയും നമ്മൾ കഴിക്കാറുണ്ട്. അപ്പം നമ്മൾ ഭയങ്കര സ്ട്രോങ് ആവും അല്ലേ? യെസ്, നല്ലോണം പ്രോട്ടീൻ ഉള്ളൊരു ഫുഡാണ് അല്ലേ എഗ്ഗ്. യെസ്, ഗുഡ്. പിന്നെയോ? ഫൈബർ. അതെന്താണ്? യെസ്, ചില എനിമൽസിൻ്റെ സ്കിന്ന് വെച്ചിട്ടും രോമങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പലതും ഉണ്ടാക്കാറുണ്ട്. അതായത് ലെതർ, അതായത് ചെരുപ്പ് ഉണ്ടാക്കാനുള്ള ലെതർ. പിന്നെ തുണികൾ, അതായത് ഇപ്പോൾ ഷീപ്പ് ഗീവ്സ് എസ് വൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾക്ക് ക്ലോത്ത്സ്, നമ്മൾ പുതയ്ക്കണ പുതപ്പ് അതൊക്കെ അവരുടെ സ്കിന്നുകൊണ്ടും പിന്നെ രോമങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഓക്കെ ചിൽഡ്രൻ? യെസ്. അപ്പോൾ മോസ്റ്റ്ലി നമ്മൾക്ക് തരുന്ന സാധനങ്ങളാണ് എന്ത്? മിൽക്ക്, എഗ്, മീറ്റ്, പിന്നെ ഫൈബർ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് തരാറ്. സോ ഈ എനിമൽസിനെ നമ്മൾ ഫാമിംഗ്, അതായത് കൃഷി ചെയ്യണത് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ആൻഡ് ദേ ആർ കോൾഡ് ഫാം എനിമൽസ്, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് എനിമൽസ് എന്ന് പറയും. എന്താണ്? വളർത്തു മൃഗങ്ങൾ. അതായത് ഈ മൃഗങ്ങളെയൊക്കെ നമ്മൾ വളർത്താറുണ്ട് അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഫാമിൽ പോയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അല്ലേ? പശുക്കളുടെ ഫാമും കോഴികളുടെ ഫാമും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അവരൊക്കെ എന്തിനാണ് ഇവരെ കൃഷി ചെയ്യുന്നത്? ഇതുപോലെ പാലും മുട്ടയും മീറ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ അവരെന്താണ് പറയണത്? ഡൊമസ്റ്റിക് എനിമൽസ്. എന്താണ് പറയുക? ഡൊമസ്റ്റിക് എനിമൽസ്. പിന്നെയും നമ്മൾ കുറച്ച് മൃഗങ്ങളെ വളർത്താറുണ്ട്. മിസ് പറയട്ടെ? യെസ്, കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. അവരെ എന്തിനാണ് വളർത്താറ്? യെസ്, ദേ ആർ ഗുഡ് കമ്പാനിയൻസ്, അല്ലെങ്കിൽ ഒരാളുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ വളർത്താറുണ്ട് അല്ലേ? നമ്മുടെ സ്വന്തം വീട്ടിൽ വളർത്താറുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ പെറ്റ് എനിമൽസ് എന്ന് പറയും. എന്താണ്? പെറ്റ് എനിമൽസ്. നമ്മുടെ കമ്പനിക്ക്, അതായത് നമുക്കൊരു ഫ്രണ്ടിനെ പോലെയായിരിക്കും അവർ. എന്തുകൊണ്ടാണ്? അവർക്ക് നമ്മൾ പറയണതും നമ്മളേനെയും നന്നായി മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട്. പ്രത്യേകിച്ച് ഡോഗ്സ് ഇല്ലേ? ഡോഗ്സ് ആർ വെരി ഇൻ്റലിജൻറ്റ്. അവർ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഹൗസ് ഗാർഡ് ചെയ്യാൻ, അതായത് വീട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ
ഡോഗ്സിനെ വളർത്താറുണ്ട് അല്ലേ? ബിക്കോസ് ഇറ്റ് വോണ്ട് അലൗ ദി അൺനോൺ പേഴ്സൺസ് ടു എൻ്റർ ഇൻ ടു അവർ ഹോം അല്ലേ? നമുക്ക് അറിയാത്ത ആൾക്കാരെ വീട്ടിൻ്റെ ഉള്ളിൽ കടത്താൻ സമ്മതിക്കോ? ഇല്ല. എന്താ ചെയ്യുക? ഇറ്റ് വിൽ ബാർക്ക് അല്ലേ? കുരയ്ക്കും. നന്നായി കുരച്ചിട്ട് നമുക്ക് ആ സിഗ്നൽ തരും. എന്ത്? ദിസ് ഈസ് എ അൺനോൺ പീപ്പിൾ, അല്ലെങ്കിൽ ഇതൊരു അറിയാത്ത ആളാണെന്നുള്ളൊരു സിഗ്നൽ നമുക്ക് ആര് തരും? ഡോഗ്സ് അല്ലേ? പിന്നെയോ ഡോഗ്സിനെ അതുപോലെ പോലീസിലും അതുപോലെ മിലിറ്ററിയിലൊക്കെ അവരെ അസിസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. മിസ് പറഞ്ഞില്ലേ? യെസ്, ദേ ആർ വെരി ഇൻ്റലിജൻറ്റ്. അവർക്ക് നല്ലോണം ബുദ്ധിയാണ്. അപ്പോൾ അവരെ കള്ളന്മാരെ കണ്ടുപിടിക്കാനൊക്കെ അവർ നന്നായി സഹായിക്കും. അതുകൊണ്ട് തന്നെ ഡോഗ്സിനെ അതിനു വേണ്ടിയിട്ടും ഉപയോഗിക്കാറുണ്ട്. പിന്നെയോ ക്യാറ്റ്സ് മിസ് പറഞ്ഞു നമ്മളുടെ ഒരു നല്ലൊരു കമ്പനിയായിട്ട് വീട്ടിലുണ്ടാവും. നമുക്ക് കളിക്കാനും നമ്മുടെ ബോറടി മാറ്റാനും ഒക്കെ. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ പൂച്ചകളെ? യെസ്. അപ്പോൾ അവരെയൊക്കെ എന്താ പറയണേ? പെറ്റ് എനിമൽസ്, വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ. അതായത് വീട്ടിൽ നമ്മൾ വളർത്തുന്ന മൃഗങ്ങളാണ് എന്ത്? പെറ്റ് എനിമൽസ്. പിന്നെയോ ഫാം എനിമൽസ് ഉണ്ട്. അതായത് കൃഷിക്കായിട്ട് നമ്മൾ വളർത്തണ എനിമൽസ് ഉണ്ട്. അതാണ് ഫാം. അവരെ എവിടെയാണ്? ഫാമിലാണ് നമ്മൾ വളർത്തുക. അതും മിസ് പറഞ്ഞു. ഏതൊക്കെയാണ്? യെസ്, കൗ, ഹെൻ, അങ്ങനെയുള്ള എനിമൽസ്. അതായത് ഷീപ്പ്, ഗോട്ട്, ഇതൊക്കെ ഫാം എനിമൽസ് ആണ്. അതായത് ഫാമിൽ നമ്മൾ വളർത്തണ എനിമൽസാണ് ഏത്? ഈ ഫാം എനിമൽസ്. ഇതൊക്കെ ഏതിൻ്റെ അടിയിൽ പെടും? ഡൊമസ്റ്റിക് എനിമൽസ് എന്നിട്ടുള്ള ടോപ്പിക്കിൻ്റെ അടിയിലാണ് ഈ മൃഗങ്ങളൊക്കെ വരിക. ഇനിയും ചില എനിമൽസ് ഉണ്ട്. മിസ് പറയാം. മിസ്സിൻ്റെ റൈമിൽ മിസ് പാടിയപ്പോൾ ഹോഴ്സ് അല്ലേ? ഹോഴ്സിനെ പറ്റി പറഞ്ഞു. എന്താണ് ഹോഴ്സ്? ദേ ആർ യൂസ് ടു ക്യാരി ലോഡ്സ് ക്യാരി ചെയ്യാൻ. അതായത് സാധനങ്ങൾ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തിലേക്ക് കൊണ്ടുപോകാൻ. ലോഡ്സ് മാത്രമാണോ? അല്ല, നമ്മളെയും കൊണ്ടുപോകൂ അല്ലേ? യെസ്. പണ്ട് കാലത്ത് അവരെ യൂസ് ചെയ്തിരുന്നത് ഒരു മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആയിട്ടാണ്. അതായത് ഒരു സ്ഥലത്തു നിന്ന് നമ്മൾക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ കുറച്ച് ദൂരമുണ്ട് ആ സ്ഥലത്തിലേക്ക് വെച്ചെങ്കിൽ നമ്മൾ ആരുടെ പിന്നിൽ കയറിയിട്ടാണ് പോവുക? ഈ ഹോഴ്സിൻ്റെ പിന്നിൽ കയറിയിട്ട് പോവാറുണ്ട്. പിന്നെയോ സ്പോർട്സ്, അതായത് ചില ഗെയിംസിൽ, അതായത് ഹോഴ്സ് റേസിംഗ് എന്ന് പറയും. അതായത് കുതിരേനെ വെച്ചിട്ട് നമ്മൾ റേസ് ചെയ്യും. ഹോഴ്സ് റേസിങ്ങിലും ഏത് എനിമലിനെ യൂസ് ചെയ്യുന്നത്? ഹോഴ്സ്. പിന്നെയോ ക്യാമൽ ഏതാണ്? യെസ്, ഒട്ടകം എന്ന് പറയും. ക്യാമലിനെ എന്താ പറയാന്നറിയോ? ഷിപ്പ് ഓഫ് ദി ഡെസേർട്ട്. ക്യാമൽ ഈസ് നോൺ ആസ് ഷിപ്പ് ഓഫ് ദി ഡെസേർട്ട്. മരുഭൂമിയിലെ കപ്പൽ എന്നാണ് നമ്മുടെ ഒട്ടകത്തിനെ അറിയപ്പെടുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയോ? യെസ്, അവർ മോസ്റ്റ്ലി കാണുക ഡെസേർട്ട്സിലാണ്. ഡ്രൈ ആൻഡ് ഹോട്ട് റീജിയൻസിലാണ് അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ലോങ് ഡിസ്റ്റൻസിൽ നമുക്ക് പോകണം വെച്ചെങ്കിൽ നമ്മൾ ആരുടെ പിന്നിൽ ഇരുന്നിട്ടാണ് പോവുക? യെസ്, ഈ ക്യാമലിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുക അല്ലേ? ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണമെങ്കിൽ ക്യാമലിൻ്റെ മുകളിൽ കയറിയിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുക. ആൻഡ് ക്യാമൽ ഓൾസോ ഗീവ്സ് us മിൽക്ക്. പാലും തരും നമുക്ക്. ക്യാമലിൻ്റെ മിൽക്ക് കുടിച്ചിട്ടുണ്ടോ? ഉണ്ടാവില്ല അല്ലേ? ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു മിൽക്കാണ് ക്യാമലിൻ്റെ മിൽക്ക്. ഓക്കെ ചിൽഡ്രൻ. സോ അപ്പം മിസ് ഇവിടെ കുറേ എനിമൽസിനെ കുറിച്ച് പറഞ്ഞു. ആൻഡ് ദീസ് ഓൾ എനിമൽസ് കംസ് അണ്ടർ ഡൊമസ്റ്റിക് എനിമൽസ്. എന്താണ് ഡൊമസ്റ്റിക് എനിമൽസ് എന്ന് പറഞ്ഞാൽ? വളർത്തു മൃഗങ്ങൾ. അതായത് ദേ ആർ റേസ്ഡ് ബൈ ഹ്യൂമൻസ്. മനുഷ്യന്മാർ വളർത്തുന്നത്. These animals depend on humans for their food and shelter. അവരുടെ ഭക്ഷണത്തിനും അവരുടെ ഷെൽട്ടർ, അവർ എവിടെയാണ് താമസിക്കുന്നത് വെച്ചെങ്കിൽ അതൊക്കെ ആരെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും? നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. നമ്മളാണ് അതൊക്കെ അവർക്ക് കൊടുക്കേണ്ടത്. ബിക്കോസ് നമ്മളാണ് അവരെ വളർത്തുന്നത്. അങ്ങനെ വളർത്തുന്ന മൃഗങ്ങൾ, അതാണ് ഡൊമസ്റ്റിക് എനിമൽസ്. അതുപോലെ ഡൊമസ്റ്റിക് ബേർഡ്സും ഉണ്ട്. ഏതൊക്കെയാണ്? ബേർഡ്സ്, ഹെന്നും ഡക്കും ക്വയിലും. അവരൊക്കെ ബേർഡ്സ് ആണ്. അവർ എനിമൽസ് അല്ല, ബേർഡ്സ് ആണ്. എനിമൽസ് ആൻഡ് ബേർഡ്സ് എന്താണ് അവർ തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് നിങ്ങൾക്കറിയോ?
യെസ് ബേർഡ്സ് ക്യാൻ ഫ്ലൈ അല്ലേ ബേർഡ്സിന് പറക്കാൻ പറ്റും വെറാസ് എനിമൽസ് കാൺ ഫ്ലൈ അല്ലേ എനിമൽസിന് മൃഗങ്ങൾക്ക് പറക്കാൻ പറ്റില്ല പിന്നെയോ വേറെ എന്താണ് യെസ് എനിമൽസ് ഹാവ് 4 legs 4 കാലുകളുണ്ട് ആർക്ക് മൃഗങ്ങൾക്ക് ആൻഡ് വാട്ട് അബൌട്ട് ബേർഡ്സ് ഡു യു നോ യെസ് ദേ ഹാവ് 2 legs 2 കാലുകളാണ് ബേർഡ്സിന് ഉള്ളത് അതാണ് ഒരു ഡിഫറൻസ് ഓക്കെ ചിൽഡ്രൻ അപ്പം മിസ് എന്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു വരുന്നത് ഡൊമസ്റ്റിക് എനിമൽസ് അതിൽ തന്നെ ഫാം എനിമൽസ് ഉണ്ട് അതായത് കൃഷിക്കായിട്ട് നമ്മൾ വളർത്തണ മൃഗങ്ങൾ പിന്നെയോ പെറ്റ് എനിമൽസ് ഉണ്ട് എന്തിനാണ് ഫോർ ഗുഡ് കമ്പാനിയൻഷിപ്പ് അതായത് നമ്മൾക്ക് നല്ലൊരു കമ്പനി ആവാൻ വേണ്ടിയിട്ട് വളർത്തുന്ന മൃഗങ്ങൾ ഫോർ എക്സാമ്പിൾ കാറ്റ് ഡോഗ് ഓക്കെ ചിൽഡ്രൻ റാബിറ്റ്സിനെയും നമ്മളങ്ങനെ പെറ്റായിട്ട് വളർത്താറുണ്ട് വീട്ടിൽ ഓക്കെ പിന്നെയോ പിന്നെ എന്താ പറഞ്ഞത് ദോസ് എനിമൽസ് വിച്ച് ആർ യൂസ് ഫോർ ക്യാരി ലോഡ്സ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മൃഗങ്ങളുണ്ട് അതേതാണ് ഹോഴ്സ് ക്യാമൽ ഓക്കെ ലോഡ്സ് ക്യാരി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണ മൃഗങ്ങൾ ഏതൊക്കെയാണ് ഹോഴ്സ് ക്യാമൽ ആൻഡ് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ഡോങ്കിനെയും യൂസ് ചെയ്യാറുണ്ട് എന്ത് ടു ക്യാരി ദി ലോഡ്സ് സാധനങ്ങൾ ക്യാരി ചെയ്തിട്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോങ്കീസിനെയും യൂസ് ചെയ്യാറുണ്ട് ഓക്കെ സോ ദിസ് ഇറ്റ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഡൊമസ്റ്റിക് എനിമൽസ് ഇനി നിങ്ങൾക്ക് കുറച്ച് ഡൊമസ്റ്റിക് എനിമൽസിനെ മിസ് കാണിച്ചു തരാം ഓക്കെ സോ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ സോ ലിസൺ ഹിയർ യു ക്യാൻ സീ സം ഓഫ് ദി ഡൊമസ്റ്റിക് എനിമൽസ് ഹാവ് യു സീൻ ദീസ് എനിമൽസ് ഇൻ യുവർ സറൗണ്ടിങ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ എനിമൽസിനെ ചില എനിമൽസിനെ കണ്ടിട്ടുണ്ടാവും അല്ലേ ഓക്കെ ഗുഡ് സോ ഹിയർ യു ക്യാൻ സീ കൗ ആൻഡ് കൗ ഗീവ്സ് us മിൽക്ക് അല്ലേ യെസ് പശു നമ്മൾക്ക് എന്താണ് തരുന്നത് മിൽക്ക് അല്ലേ അതല്ലേ നമ്മൾ എന്നും രാവിലെയും വൈകിട്ടൊക്കെ കുടിക്കാറില്ലേ ഓക്കെ ഗുഡ് ദെൻ hen gives us eggs and meat അല്ലേ യെസ് hen then goat എന്താണ് goat gives us milk and meat goat gives us milk and meat then here are few pet animals ഉണ്ട് അതായത് വീട്ടിൽ നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾ നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവും അല്ലേ ഈ മൃഗങ്ങൾ ഇല്ലേ യെസ് dog guards our house then cat is domesticated for good companionship അല്ലേ നല്ലൊരു കമ്പനി ആയിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫ്രണ്ടിനെ പോലെ ഉണ്ടാവും അല്ലേ കാറ്റ് യെസ് നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ കാറ്റിനെ യെസ് ഗുഡ് പിന്നെയോ റാബിറ്റും പെറ്റായിട്ട് വീട്ടിൽ വളർത്താറുണ്ട് റാബിറ്റ് ഓക്കെ ദെൻ ഹോഴ്സ് എന്താണ് യെസ് ഹോഴ്സ് ഈസ് യൂസ് ഫോർ ട്രാവലിംഗ് ഫ്രം വൺ പ്ലേസ് ടു അനദർ അല്ലേ അതുപോലെ ഹോഴ്സ് റേസിങ്ങിനും യൂസ് ചെയ്യാറുണ്ട് അല്ലേ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ ഉപയോഗിക്കാറുണ്ട് ഹോഴ്സിനെ പിന്നെയോ camel it is also known as the ship of desert yes പിന്നെ it is also used to carry loads okay children yes it also gives us milk so these are few domestic animals ഇതല്ലാണ്ട് മിസ് ഏതൊക്കെ എനിമൽസിനെയാണ് പറഞ്ഞത്
ഡോങ്കി അല്ലേ? ഡോങ്കീനെ എന്തിനാ യൂസ് ചെയ്യാറ്? ഡോങ്കീസ് ആർ യൂസ് ടു ക്യാരി ലോഡ്സ്. ഓക്കെ ചിൽഡ്രൻ? യെസ്. ഇസ് ഇറ്റ് ക്ലിയർ? ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ഓക്കെ, ഗുഡ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഡൊമസ്റ്റിക് എനിമൽസ്. ഡൊമസ്റ്റിക് എനിമൽസിൻ്റെ കാറ്റഗറീസിൽ പെടുന്നതാണ് ആരൊക്കെ? പെറ്റ് എനിമൽസ് ആൻഡ് ഫാം എനിമൽസ്. ഓക്കെ, പെറ്റ് എനിമൽസ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ. ഫാം എനിമൽസോ കൃഷി ചെയ്യണ എനിമൽസ്. ഫാമേഴ്സ്, അതായത് കൃഷിക്കാർ ഈ എനിമൽസിനെ കൃഷി ചെയ്യും ഫോർ ഗെറ്റിംഗ് വാട്ട് ഓൾ തിങ്സ്? മിൽക്ക്, മീറ്റ്, എഗ് എക്സെട്ര. ഓക്കെ ചിൽഡ്രൻ? പിന്നെയോ? യെസ്, പിന്നെ ചില എനിമൽസിനെ ലൈക്ക് ഡോങ്കി, ഹോഴ്സ് ആൻഡ് ക്യാമൽസ്. ദേ ആർ യൂസ്ഡ് ടു carry loads, then also used to travel from one place to another. Okay, so these are the animals which comes under domestic animals. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയില്ലേ? ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതെ, നിങ്ങളുടെ ചുറ്റുപാടും നന്നായി ശ്രദ്ധിക്കുക. എന്നിട്ട് നോക്കുക ഏതൊക്കെ എനിമൽസിനെയാണ് നിങ്ങൾ കാണുന്നത് എന്ന്. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് തന്നെ അപ്പോൾ പറയാൻ പറ്റും ഇസ് ഇറ്റ് പെറ്റ് ഓർ ഫാം എനിമൽസ്. അതൊരു പെറ്റ് എനിമൽ ആണോ ഫാം എനിമൽ ആണോ എന്ന് നിങ്ങൾക്ക് തന്നെ അപ്പോൾ പറയാൻ പറ്റും. ഓക്കെ, യെസ്. നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും പറയുക, ഇങ്ങനെ എനിമൽസിനെ കാണിച്ചു തരാൻ പറയണം. ഓക്കെ, ഗുഡ്. സോ ദിസ് ഈസ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. See you in the next class. Till then, bye. Take care.